ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മാലതി ജഗദീഷിൻ്റെ അരികിലേക്ക് വരുന്നു. ഒരു സംശയം അത് പറയാനായിട്ടാണ് വരുന്നത്. ജഗദീഷ് ഏട്ടാ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചപ്പോൾ തന്നെ ജഗദീഷ് ചോദിക്കുന്നു, എന്താടി സാരിയോ അതോ സ്വർണമോ എന്ന്. എനിക്ക് ആവശ്യത്തിന് സാധനങ്ങളുണ്ടെന്ന് മാലതി പറയുന്നു. ആദ്യം രണ്ടുപേരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംസാരിച്ചിരിക്കുന്നു. കാര്യം പറ, എഴുന്നേറ്റ് പോ. എനിക്കിങ്ങനെ സ്നേഹത്തോടെ തന്നെയാണ് ജഗദീഷ് പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ജഗദീഷേട്ടൻ ദേഷ്യപ്പെടുവോ എന്ന് ആദ്യമേ ഒന്ന് മാലതി പറയുന്നുണ്ട്. അതെൻ്റെ മൂഡ് പോലെ ഇരിക്കും സാർ, ആദ്യം എന്തായാലും കാര്യം പറയുന്നു ജഗദീഷ്. രാമേട്ടൻ ഗൾഫിൽ പോയിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടല്ലേ മരിച്ചത്? പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നാണ് എൻ്റെ ഒരു സംശയം. സാവിത്രിയേച്ചിക്ക് ഗർഭമുണ്ടോ എന്നൊരു ഡൗട്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെ എഴുന്നേക്കടി എന്ന് ദേഷ്യത്തോടെ ജഗദീഷ് പറയുകയും മാലതിയുടെ കരണത്തടിക്കുകയും ചെയ്യുന്നു. വൃത്തികേട് പറയുന്നോ എന്നും പറയുന്നു. എൻ്റെ ചേച്ചിയെക്കുറിച്ചോ എൻ്റെ ഏട്ടത്തെക്കുറിച്ചോ മീനാക്ഷിയെക്കുറിച്ചോ എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. മീനാക്ഷി ഈ കാര്യം പറയാനായിട്ടായിരുന്നു അടയ്ക്ക് വന്നത്. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ട് പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ്. അതുകൊണ്ട് മീനാക്ഷി മറിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് പറയാതെ. എന്തായാലും മാലതിക്കൊരു അടി കിട്ടി. എത്ര കിട്ടിയാലും ഞാൻ പഠിക്കില്ല, പിന്നെയും ചെന്ന് വാങ്ങിക്കും. എനിക്കിങ്ങനെ മാലതി ഇങ്ങനെ പിറുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടേക്ക് സാവിത്രി വന്നിട്ട് ചോദിക്കുന്നു, എന്താ മാലതി ഫേസ് മസാജ് ചെയ്യുവാണോ എന്ന്. സാവിത്രി തന്നെയാണ് ഗർഭിണിയെന്ന് മാലതി ഇപ്പോഴും വിചാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു കുത്തൽ ഉള്ളതുപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കുത്തി. സാവിത്രി ചേച്ചി, ഈ ഗർഭിണികളായ സ്ത്രീകൾ കഴിക്കരുത് എന്ന് പറയുന്ന സാധനം എന്തൊക്കെയാണെന്ന് മാലതി ചോദിക്കുമ്പോൾ പപ്പായ, പൈനാപ്പിൾ അതൊക്കെയല്ലേ എന്ന് സാവിത്രി ചോദിക്കുന്നു. എന്നാൽ ആരോ ഒരാൾ ഇവിടെ അബോഷന് ശ്രമിക്കുന്നുണ്ട് എന്ന് മാലതി പറയുമ്പോൾ ആ പപ്പായ ജ്യൂസിനെ കുറിച്ച് ഓർക്കുകയാണ് സാവിത്രി. മാലതി പറഞ്ഞ ആ സംശയം എനിക്കുണ്ടെന്ന് സാവിത്രി. പിന്നെയും മൈഥിലിയും ഇന്ദ്രജിയും വക്കീലിനെ കാണുകയാണ് കുഞ്ഞിനെ തിരികെ കിട്ടാനായിട്ട്. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ മീനാക്ഷി നന്ദിനി കൂട്ടി ഭക്ഷണം കഴിക്കാനായി വരുന്നുണ്ട്. നന്ദിനിയാണെങ്കിൽ മടിച്ചാണ് വരുന്നത്. എടുത്ത് എല്ലാവരും ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. എടുത്ത് വന്ന് വിളമ്പിക്കൊടുക്കുക എന്ന് മാലതി പറയുമ്പോൾ നന്ദിനി പറയുന്നു, മാലതി വിളമ്പിക്കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചേച്ചിയും കൂടി ഇരുന്നോ, ഞാൻ വിളമ്പിത്തരാമെന്ന് മാലതി. വേണ്ട, ഞാൻ വിളമ്പിത്തരാമെന്ന് നന്ദിനി പറയുന്നു. ഇന്ന് മീനാക്ഷി സ്പെഷ്യലൊന്നും ഇല്ല എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ മാലതി പറയുന്നു, ദേ നിൽക്കുന്നു മീനാക്ഷി സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ആള്. നന്ദിനി അടുത്തേക്കാണെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ല. ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഞാൻ നന്ദിനിയെ ശ്രദ്ധിക്കാൻ. ഇവൾക്ക് വല്ലാത്തൊരു ക്ഷീണം, എന്ത് പറ്റിയെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് നന്ദിനിയും. ജഗദീഷും എല്ലാവരും അവിടേക്ക് ഭക്ഷണം കഴിക്കാനേ വരുന്നു. എൻ്റെ ഒരു സംശയമാണ്, കാളഹസ്തി എന്ന് വെച്ചാൽ അവിടെ ഒരു സ്ഥലമാണ്, അവിടെ വെച്ച് നമ്മുടെ അച്ഛനെ കണ്ടു എന്ന്. ഒരു ക്ഷേത്രമാണ്. ഇത് കേട്ട് സാവിത്രി ഒന്ന് ഞെട്ടി. ഈ സമയത്ത് നന്ദിനിക്ക് ചെറിയൊരു വോമിറ്റിംഗ് പോലെ തോന്നുന്നു. എല്ലാവരും നന്ദിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് വോമിറ്റ് ചെയ്യാനായി പോവുകയാണ് നന്ദിനി. മീനാക്ഷിയും പിറകെ പോകുന്നു. അവർ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ നന്ദിനി വാ കഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, ഇത് ആർക്കും ഉണ്ടാക്കാത്ത കാര്യമല്ലല്ലോ എന്നെ മീനാക്ഷി പറയുമ്പോൾ നന്ദിനി ടെൻഷനോട് പറയുന്നുണ്ട്, ആ സാവിത്രി അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എൻ്റെ അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എന്താ അമ്മ ഇതൊരു തെറ്റാണെന്ന് ചിന്തിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ. എനിക്ക് അമ്മയോട് പറഞ്ഞാൽ വിഷമമുണ്ട്. കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരാണ് അമ്മയും അച്ഛനും. എന്താ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിക്കൂടെ? അല്ല മോളെ, എൻ്റെ ഏജ് എന്ന് നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, എന്ത് ഏജ്? അമ്മയ്ക്ക് ഏജ് ഓവറായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നോ? അമ്മ ഒന്ന് ചുറ്റുപാടും കണ്ണോടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് അമ്മ പോസിറ്റീവായി കാണാൻ, നെഗറ്റീവായി കാണാതെ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡേഞ്ചറാണ്. ഇത്രയും പെട്ടെന്ന് നമുക്ക് മുത്തശ്ശി അറിയിക്കണം. ഇത് കണ്ണുകൾ മൈക്രോസ്കോപ്പായി നടക്കുന്നവരാണ് മാലതി ചെറിയമ്മയും അമ്മയും. അവരിത് മണത്തറിഞ്ഞാൽ നാറ്റിക്കും. അതിന് മുമ്പേ തന്നെ മുത്തശ്ശിയോട് നമുക്കിത് പറയണമെന്ന് മീനാക്ഷി. ഒന്നും പേടിക്കണ്ട, ഒളിച്ചു വെക്കും തോറും അപകടം കൂടും എന്ന് മീനാക്ഷി. നന്ദിനി ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ തുടങ്ങുമ്പോൾ ജഗദീഷ് പറയുന്നു, ഏട്ടത്തി വിളമ്പണ്ട, ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചേ. അങ്ങനെ മാലതി വിളമ്പിക്കൊടുക്കുകയാണ്. നന്ദിനി സാവിത്രി ശ്രദ്ധിക്കുന്നു. സാവിത്രി നന്ദിനി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി ഗർഭിണികളുടെ ലക്ഷണങ്ങളാണ് നന്ദിനിയെടുത്ത് ഇപ്പോൾ കാണിക്കുന്നത് എന്നെ സാവിത്രി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, നിർത്ത്, എവിടുന്ന് പഠിച്ചു നീ ഇത്തരം വൃത്തികേട് പറയാനായിട്ട്? ആരോട് എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയില്ലേ? ഇത്തരം നിലവാരമില്ലാത്ത തമാശകൾ പറയണ്ട. അങ്ങനെ ഞങ്ങളാരും പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. ഇത് കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കൂടെ മീനാക്ഷിയും. ചിലരിങ്ങനെയാ, മറ്റുള്ളവരെ കരയിപ്പിക്കാതെ അവർക്ക് ഉറക്കം വരില്ലെന്ന് പറഞ്ഞ് ജഗദീഷും പോകുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. സാവിത്രി അത് മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നു. മുറിയിൽ പോയിരുന്ന് കരയുകയാണ് നന്ദിനി. എന്താ അമ്മേ, കൊച്ചു കുട്ടികളെ പോലെ എന്ന് മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നു, കേട്ടില്ലേ? ആകെ മാനസികമായി തളർന്ന അവസ്ഥയിൽ തന്നെയാണ് നന്ദിനി. അച്ഛൻ പോലും ഇല്ല ഇപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തും എന്ന ചിന്ത മാത്രമാണ് നന്ദിനിക്ക്. അമ്മയോടൊപ്പം ഞാനില്ലേന്ന് മീനാക്ഷി പറയുമ്പോൾ ഈ കാര്യം പറഞ്ഞ് നിന്റെ ഉള്ള സമാധാനം കൂടി പോകുമെന്ന് നന്ദിനി. എനിക്ക് വേണ്ടി ഇടപെട്ട് നീ നിന്റെ സ്വസ്ഥത കളയണ്ട, ഇതിനൊരു പരിഹാരമുണ്ടാകും എന്നൊക്കെ മീനാക്ഷി പറയുന്നു. തുടർന്ന് നന്ദിനി കിടന്നുറങ്ങുമ്പോൾ അരികിലിരിക്കുകയാണ് മീനാക്ഷിയും ഉറങ്ങിയ സമയം നന്ദിനി എഴുന്നേൽക്കുന്നുണ്ട്.
വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.